കേരള തമിഴ്നാട് അതിർത്തിയായ തിരുവനന്തപുരം കളിയിക്കാവിളയിൽ കാറിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊല നടന്ന കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നതായ ദൃശ്യങ്ങളിലുണ്ട്. തിരുവനന്തപുരം കരമന സ്വദേശിയായ ദീപുവാണ് മരിച്ചത്. കാറിനുള്ളിൽ കഴുത്തറത്ത നിലയിലായിരുന്നു മൃതദേഹം. ദീപുവിനെ ഗൂണ്ടാസംഘം ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഭാര്യ പറഞ്ഞു. ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും പിന്നെ നേരിൽ ഇവിടെ കണ്ട വഴി വെച്ച് കണ്ടപ്പോൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഇടുകയും ചെയ്തു. ജസ്റ്റ് ക്യാഷ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു പോയതാണ്. ഇന്നലെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫോൺ വിളിയോ അങ്ങനെ എന്തെങ്കിലും വന്നതായിട്ട് അറിയാമോ? ഇവിടെ നിന്ന് പോകുന്നു നേരത്തെ പ്ലാൻ ചെയ്ത യാത്രയായിരുന്നു. പോയിട്ട് ചൊവ്വാഴ്ച വൈകിട്ട് പോകുന്നുള്ളതും ചൊവ്വാഴ്ച രാത്രിയോട് കൂടി തിരിച്ചു വരുന്നുള്ളതും അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞ് നൈറ്റ് യാത്ര തിരിച്ചു വരും. ഇതിന് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു വേറിൻ്റെ ഒരു ഷോപ്പ് ഒരു വിമലുണ്ട്. വിമലിൻ്റെ കൂടെ പോകണം. കാരണം വിമലാണ് ഇതിൻ്റെ സാധനങ്ങൾ മാറ്റി കൊടുക്കുകയും കാര്യങ്ങൾ വിൽക്കുകയും. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. ഷിജോ, എന്താണ് ഈ സംഭവം? എന്താണ് അവരുടെ കുടുംബം പറയുന്നത്? നിഷാദ, ഈ സംഭവം പുറത്തറിഞ്ഞപ്പോൾ തന്നെ ഇത് ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് തന്നെ മനസ്സിലായത്. അതായത് ആദ്യം ഈ ദീപു വാഹനത്തിനുള്ളിൽ കഴുത്തറത്ത് നിലയിൽ കാണപ്പെട്ടപ്പോൾ തന്നെ നമുക്ക് ആ ദൃശ്യം കാണിക്കുന്നതിന് വലിയ പരിമിതികളുണ്ട്. കാരണം കഴുത്തിൻ്റെ ഭൂരിഭാഗവും കഴുത്തറത്ത നിലയിലായിരുന്നു വാഹനത്തിനുള്ളിൽ ദീപു ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഒരു കൊലപാതകമാണ്, ക്രൂരമായിട്ടുള്ള കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന് സ്ഥിരീകരിക്കാവുന്ന സാഹചര്യം തന്നെയാണ് അപ്പോഴുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ ആരോപണവുമായിട്ടാണ് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. ദീപുവിനെ ഗുണ്ടാ സംഘം പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ടാണ് കുടുംബം പറയുന്നത്. കുറച്ചുനാൾ മുമ്പ് ഗുണ്ടാസംഘം ദീപുവിനെ ഫോണിൽ വിളിച്ച് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പിന്നീട് 5 ലക്ഷം രൂപ അടിയന്തരമായി നൽകണമെന്ന് പറഞ്ഞു. പണം നൽകിയില്ലെങ്കിൽ ദീപുവിനെ കൊലപ്പെടുത്തുമെന്നും അല്ലെങ്കിൽ മക്കളെ അപായപ്പെടുത്തുമെന്നും ഈ ഗുണ്ടാസംഘം പറഞ്ഞിരുന്നതായിട്ടാണ് ഇപ്പോൾ ദീപുവിൻ്റെ ഭാര്യ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും ഗുണ്ടാസംഘം ദീപുവിനെ കൊലപ്പെടുത്തി എന്നുള്ള സംശയമാണ് കുടുംബത്തിന് ഉള്ളത്. ഇന്നലെ രാത്രി 10 വൈകിട്ടോടു കൂടിയാണ് ദീപു തമിഴ്നാട്ടിലേക്ക് ക്രഷർ യൂണിറ്റിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ട് തമിഴ്നാട്ടിലേക്ക് പോയത്. വീട്ടിൽ നിന്ന് അദ്ദേഹം വാഹനമെടുത്ത് ഒറ്റയ്ക്കാണ് ദീപു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തൊട്ടു പിന്നാലെ മാർത്താണ്ഡത്ത് നിന്ന് മറ്റൊരു സുഹൃത്തിനെ കൂടി വാഹനത്തിൽ കയറ്റി തമിഴ്നാട്ടിലേക്ക് പോകുമെന്നുള്ള വിവരം കുടുംബത്തെ അറിയിച്ചിരുന്നു. അങ്ങനെ സുഹൃത്തുമായിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുമെന്നുള്ള വിവരമാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ദീപുവിൻ്റെ മരണ വാർത്തയാണ് ഈ കുടുംബം അറിയുന്നത്. അതായത് ഇപ്പോൾ പുറത്തു വന്നുള്ള CCTV ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത് ഇന്നലെ രാത്രി 10:12 കളിയിക്കാവിളിക്ക് സമീപമുള്ള ഒരു സ്ഥലത്തെ CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റോഡിൻ്റെ ഇടത് ഭാഗത്ത് ദീപു സഞ്ചരിച്ച XUV വാഹനം നിർത്തിയിട്ടിരിക്കുന്നു. ആ വാഹനത്തിന് സമീപത്തുകൂടി മറ്റ് നിരവധി വാഹനങ്ങൾ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ദീപുവിൻ്റെ വാഹനത്തിന് മുമ്പിലൂടെ മറ്റൊരാൾ നടന്നു പോകുന്നത് ആ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഈ നടന്നു പോകുന്ന ആളുടെ പക്കൽ ഒരു ബാഗും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ബാഗിൽ ഏതാണ്ട് 10 ലക്ഷം രൂപ ദീപു വാഹനത്തിൽ കൊണ്ടുപോയിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദീപുവിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനെ കുറിച്ച് ഇപ്പോൾ കുടുംബത്തിന് കൃത്യമായിട്ടുള്ള അറിവില്ല. അവരുമായി അടുത്ത ബന്ധം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതേക്കുറിച്ചൊന്നും പോലീസും കൂടുതൽ വിവരം പങ്കുവെക്കുന്നില്ല. എന്തായാലും ദീപുവിന് ഗുണ്ടാ സംഘത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഭീഷണി ഉണ്ടായിരുന്നു. തിരുവനന്തപുരം കരമന സ്വദേശിയായിരുന്നു. ഇപ്പോൾ മലയനിക്ക് താമസിക്കുന്നത്. ക്രഷർ യൂണിറ്റ് നടത്തി വരികയാണ്. എന്തായാലും ഈ കൊലപാതകത്തിൽ തമിഴ്നാട് പോലീസും കളിയിക്കാവിള പോലീസും വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.